കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ, ശരിക്കു പറഞ്ഞാൽ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും, കാരണം പലർക്കും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധങ്ങൾ പരസ്പരം അറിഞ്ഞുകൂടാ. അവരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും അതുപോലെ സത്യാന്വേഷികളായിട്ടുള്ള ഭക്തന്മാരെ ഒരു ഗുരു എങ്ങനെ ആ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ഒക്കെയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയിലൂടെ നമ്മൾ ചെയ്തു വരുന്നത്. ഇന്ന് ഭഗവാനുമായിട്ട് വളരെ കൊച്ചു പ്രായം തൊട്ട്, അതായത് ഏകദേശം 5 വയസ്സ് തൊട്ട് തന്നെ, അതായത് ഭഗവാന്റെ ആശ്രമം ചിന്താലയ ആശ്രമം പോത്തങ്കോട് കോലിയക്കോട്. അപ്പോൾ ചിന്താലയ ആശ്രമം ആണ് ഭഗവാന്റെ മൂലസ്ഥാനം. ആശ്രമവുമായി നിത്യം പ്രവർത്തിച്ച് കൊച്ചുനാൾ തൊട്ട് ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭഗവാന്റെ ഭക്തനാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പത്മരാജൻ. പത്മരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആശ്രമത്തിൻ്റെ ദൈനംദിന കാര്യം വലിയ കാര്യമാണ്. കാരണം ഒരു ആശ്രമം നടത്തിക്കൊണ്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ വളരെ ശ്രദ്ധാലുവായിട്ട് എന്ത് ആവശ്യം അവിടെ ഉണ്ടോ അവിടെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഭക്തനെന്ന് മാത്രമല്ല, പലരും ഭക്തരൊക്കെ ആണെങ്കിൽ പോലും ആശ്രമത്തിൽ വന്നു പോകുന്നവരാണ് കൂടുതൽ പേരെങ്കിലും അവിടുത്തെ നിത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിക്കാതെ പോവുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഭക്തൻ ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, കൊച്ചിലെ തൊട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അറിയാം. അറിവിൽപ്പെടുന്ന കാര്യങ്ങൾ മറ്റ് ഭക്തർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയണം. എൻ്റെ പേര് പത്മരാജൻ. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുട്ടിക്കാലം മുതലേ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ, എൻ്റെ ഓർമ്മയിൽ 5 വയസ്സോളം പ്രായമുള്ളപ്പോൾ ആണ് ആശ്രമത്തിലേക്ക് അച്ഛനും അമ്മയും എന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് മുമ്പ് എന്നെ എഴുത്തിനെഴുതിയത് ഭഗവാനാണ്. അപ്പോൾ അത് ഇപ്പോഴും പറയും, അമ്മയൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ കുറേ പ്രാവശ്യം ഓരോ വിരലുകളായിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കി ആ ഒരു ആലോചിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവസാനം ഒരു വിരൽ വെച്ചിട്ട് എഴുതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ആണ് എനിക്ക് കുട്ടിക്കാലം മുതലേ. ആ ഒരു ഭാഗ്യത്തിൽ നിന്നാണ് എനിക്ക് ആശ്രമമായിട്ടുള്ളത് തുടങ്ങുന്നതും. പിന്നെ കുട്ടിക്കാലം മുഴുവനും ഞാൻ ആശ്രമത്തിൽ തന്നെ ആയിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ആശ്രമത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ്.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആശ്രമത്തിൽ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് എൻ്റെ ആ ഒരു പ്രായത്തിൽ ഞങ്ങൾ താമസം മാറി വരികയാണ്. അപ്പോൾ അങ്ങനെ താമസം മാറി വന്നതിന് ശേഷമാണ് ആശ്രമത്തിലേക്ക് ഞാൻ പൂർണ്ണമായിട്ടും കുട്ടിക്കാലം മുതലേ ആശ്രമത്തിലേക്ക് എത്തുന്നത്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും മുഴുവനും ആശ്രമത്തിൽ നിന്ന് പോയി വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് പോയത്, വളർന്നു വന്നത്. അച്ഛനും അമ്മയും എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി വന്നതും ആശ്രമത്തിലേക്ക് കൂടുതൽ എത്താൻ പറ്റിയത് എന്നുള്ളൊരു ഇത് ജീവിതത്തിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിവിട്ടൊരു ഇത് തന്നെയാണ് ആശ്രമം, ഭഗവാനും ആശ്രമവും. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ കുട്ടിക്കാലത്ത് പിന്നെ നമ്മൾ നാമജപങ്ങൾ, പിന്നെ ആശ്രമത്തിലുള്ള സത്സംഗങ്ങൾ, പല ആൾക്കാർ പറയുന്ന സത്സംഗങ്ങൾ കേട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ വളർന്നു വന്നത്. ഞാനും ചേച്ചിയും, എൻ്റെ ചേച്ചിയുണ്ട്. ചേച്ചിയായിരുന്നു കൂടുതൽ, എന്നെക്കാൾ കൂടുതൽ ആശ്രമത്തിൽ ഇതായിട്ടുള്ളത് ചേച്ചിയാണ്. സ്വാമിക്കും ചേച്ചിയോടാണ് ഭയങ്കര, കുട്ടികളോടാണ് ഭയങ്കര, എപ്പോഴും ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഇതിലാണ് നമ്മൾ ആശ്രമത്തിൽ വളർന്നു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൗർണമി നാമം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജന്മനാളാഘോഷത്തിനുള്ള അഖണ്ഡനാമത്തിൽ ഇതിനെല്ലാത്തിലും കുട്ടിക്കാലം മുതലേ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആ തിരുനാളാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർമ്മകൾ, നമ്മുടെ ജീവിതവും എല്ലാമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഭഗവാനായിട്ടുള്ള പല പല കാര്യങ്ങളും ഇതായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് ഇരിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്നത് ആശ്രമത്തിനടുത്തൊരു കാവുള്ള സാറിനറിയാമല്ലോ, കാവിന് മുന്നിലായിട്ടാണ്. ഇപ്പോൾ അതിന് മുന്നിൽ ഒരു വലിയ ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു കാവിൽ പണ്ട് ഭഗവാൻ പോയി വിളക്ക്, ഭഗവാൻ ഉണ്ടാക്കിയ ഒരു വിളക്കാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. പോയി ആശ്രമത്തിൽ നിന്ന് നമ്മൾ പോകാത്ത കാലഘട്ടത്തിൽ അന്ന് വഴി വേറെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ വീട് വയ്ക്കാനായിട്ട് നമുക്ക് സൗകര്യത്തിനൊരു ഇത് കിട്ടിയത്. അപ്പം അമ്മ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ അവിടെ വീട് വയ്ക്കണ എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പം കുറേ നേരം ഒന്നും കാവ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുറേ നേരം അന്ന് സ്വാമി താഴെയാണ് ഇരിക്കുന്നത്, അവിടെ ധ്യാനമണ്ഡലത്തിന് ഇപ്പുറത്തുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാവിലേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ആരോടോ പറയും പോലെ പറഞ്ഞു, അവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല, അവരവിടെ വീട് വെച്ച് കിടന്നോട്ടെ എന്ന് ആരോടോ പറയുന്നത് പോലെയാണ് പറഞ്ഞത്. പക്ഷേ അത് നമുക്കത് മനസ്സിലായി എന്താണ് ഇതാക്കുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞ് കുറ്റിയിടാനുള്ള ഒരാളെന്ന് അവിടെ വരണ പുരുഷോത്തമ മേശ്ശേരി എന്നുള്ളൊരു മേശ്ശേരി ഉണ്ട്, മരിച്ചുപോയി, അദ്ദേഹത്തിനെ വിളിച്ച് കുറ്റിയിടിക്കണമെന്ന് പറഞ്ഞു. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വീടിൻ്റെ പണി നമ്മൾ ചെയ്തത്. അപ്പോൾ അത് പലരും പറഞ്ഞു അവിടെ കാവിന് മുമ്പിൽ വീട് വെച്ച് കിടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു. പക്ഷേ പിന്നീട് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വേറെ ഇതായിട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ദേവാലയ സാന്നിധ്യമുള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം തന്നെ നമുക്കതിൽ വേറൊരു പേടിയൊന്നുമില്ല. അതുകൊണ്ട് ചോളം താമസിച്ചോളം സ്ഥിതിക്ക് പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആർക്കും നമ്മളത് മറുപടി പറഞ്ഞിട്ടുമില്ല, അങ്ങനെ അത് ചെയ്തിട്ടില്ല. അത് ഒരു കാര്യം. ഏറ്റവും ഇതായിട്ടുള്ള ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ തിരുനാൾ ആഘോഷത്തിന് ഈ അവിടെ പന്തലിൽ ട്യൂബ് ലൈറ്റുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനത് വളരെ കുട്ടിയാണ്, പക്ഷേ എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല. എനിക്ക് ഈ ഷോക്കടിച്ച് വീഴുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഈ ട്യൂബിൽ ഇങ്ങനെ പോയി പിടിക്കും. അതേ സമയത്ത് ഭഗവാൻ അതുവഴി പോകുമ്പോഴത്തേക്ക് പറയും, ചെറുക്കാൻ മാറി പിടിക്കരുതെന്ന് പറയും. 2-3 പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് ഞാൻ കേട്ടില്ല. 3ാമത്തെ പ്രാവശ്യം പോയി പിടിച്ചതും അഴിച്ചിട്ട് നേരെ വന്ന് ഇപ്പുറത്തിരുന്ന് ഈ സ്ത്രീകളൊക്കെ ഇരുന്നും പച്ചക്കറിയൊക്കെ അരിയുന്ന ആ സമയത്താണ് അമ്മയുടെ മടിയിലേക്ക് തന്നെ വന്ന് വീണേ. അപ്പോൾ അതിനുശേഷം ഒത്തിരി നാൾ എന്നെ കറണ്ട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ലൊരു എപ്പോഴും ഇതായാലും ആ ഒരു ഇതിൽ എന്നെ വിളിക്കുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതവും പിന്നീട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിലേക്ക് തന്നെ എത്തി നിന്നു എന്നുള്ളതാണ് ഭഗവാൻ. എന്തൊക്കെയോ നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് കാണുന്നതെന്നും അറിയുന്നതെന്നും. അതുപോലെ പണ്ട് അച്ഛനൊക്കെ സ്ഥിരമായി അവിടെ വരുമായിരുന്നു. അച്ഛനൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. വേറെ കുറച്ച് അവിടെ കുറച്ച് കേസും കാര്യങ്ങളും ഒക്കെ ഉള്ള അതിലൊക്കെ അച്ഛനെയൊക്കെ അവർ കക്ഷി ചേർത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പം ഇപ്പോഴത്തെ നമ്മളെ ധ്യാനമണ്ഡപത്തിൻ്റെ തൂണുകളുണ്ടല്ലോ, തൂണുകൾ വലിയ അന്ന് ഈ JCB നില ആൾക്കാർ നിന്നിട്ടാണ് കുഴിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴിയെടുത്തുകൊണ്ട് നിന്ന് ഒരു ദിവസം അച്ഛൻ്റെ വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസം കേസിന് വേണം, പൈസ ഇല്ല, പൈസ എടുത്ത് കൊടുത്തിട്ട് നാളെ കേസിന് പോയിട്ട് വരും. അതാണ് അറിയാം ഏറ്റതാണെന്ന് അറിയാം.
അതൊക്കെ പിന്നീട് കേസൊക്കെ വെറുതെ പോയി ഇതായിരുന്നു എന്നുള്ള കാര്യം. കള്ള കേസായിരുന്നോണ്ട് പിന്നെ നിന്നില്ല. 100%, 100% കള്ള കേസായിരുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം. അതൊക്കെ അത് അവിടെ ഒരു കിണർ കുഴിക്കണമായി ബന്ധപ്പെട്ട ഇതൊക്കെ വന്നത്. അച്ഛനിപ്പോൾ 81 വയസ്സായി. വീട്ടിലുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. പിന്നെ ചേച്ചി കോരാണിയിലാണ് താമസിക്കുന്നത്. അവിടെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ പണ്ട് ചില പൂവെട്ടാനൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചേച്ചി ഒറ്റയ്ക്കേ കാണുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, വേറെ അല്ല. എന്നിട്ട് മുകളിൽ പോയിട്ട് അവിടെ അടുക്കളയിൽ ഇരിക്കുന്നവർക്ക് പറയാം, ആ കൊച്ചു താഴെ ഇരിക്കുകയാണ്, ചായ വല്ലതും ഇടണമെങ്കിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു പല എല്ലാ രീതിയിലും നമ്മളത് ആ സ്നേഹവും വാത്സല്യവും നമ്മൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഉള്ളതൊരു SSLC പരീക്ഷയ്ക്ക് ഞാൻ എഴുതാൻ പോകുന്ന ആശ്രമത്തിൽ നിന്നാണ്. അന്ന് ആശ്രമത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയി. അതിനുശേഷം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഈ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങോട്ടുള്ള പോക്ക് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് കുറഞ്ഞു. ആശ്രമത്തിലേക്കുള്ള പോക്ക് കുറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉള്ളപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഞാൻ ഇടയ്ക്കൊരു കമ്പനിയിൽ ജോലിക്ക് പോയിട്ട് അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അവിടെ ചെന്നില്ലെങ്കിലും പോയാലും ഇല്ലെങ്കിലും കണ്ടാലും അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാൻ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത് അതിനേറ്റവും വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അപ്പോൾ അവിടെ 2 വീലർ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ട് പക്ഷേ 2 വീലർ ഇല്ല. അപ്പം അവർ പറഞ്ഞ് ഒരു 2-3 മാസത്തിനിടയ്ക്ക് വാങ്ങിക്കണം. അപ്പം നമുക്ക് ജോലി ചെയ്യാനൊന്നും നമുക്ക് മടിയൊന്നുമില്ല, അതുകൊണ്ട് 2 വീലർ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പം 3 മാസത്തിനിടയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ ജോലി നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് ഞാൻ വാങ്ങി. പുതിയൊരു ബൈക്ക് വാങ്ങിയിട്ട് ഞാൻ നേരെ ഭഗവാന്റെ അടുത്ത് പോയി. താക്കോൽ ഇങ്ങനെ അത് അന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എനിക്കെന്തോ വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ കൊണ്ട് താക്കോലുണ്ട് ഇവിടെ വെച്ചിട്ട് അതെന്ത് വിളയെന്ന് വെച്ചാൽ അവൾ ബൈക്ക് വാങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കീച്ചതിനൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ താക്കോലൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതിൽ താക്കോൽ മാത്രമേ ഉള്ളൂ, ഒരു കീച്ചതിനോട് ഇടണം എന്ന്. അതിൻ്റെ കുറച്ച് പൈസയും എല്ലാം കൂടി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പോയി കാറും കൂടെ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ തന്നു. ആ ബൈക്കാണ് ഇപ്പോഴും വേണ്ടി ഇരിക്കുന്നത്. 24 വർഷമായി ആ ബൈക്ക് വാങ്ങിയിട്ട്. റീടെസ്റ്റ് ചെയ്യുന്ന കാര്യം പലരും ചോദിക്കും, ഇതെന്താ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാതെ അതോടൊപ്പം ബൈക്ക് വാങ്ങിച്ചാൽ. ഞാൻ പറയും, ബൈക്ക് എനിക്ക് വേറെ വാങ്ങിക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇത് കൊടുക്കേണ്ടതില്ല. അത് അങ്ങനത്തെ ഒരു ഇതാണ്. അതിൽ ഒരുപാട് ആ ബൈക്കിൽ തന്നെ ഒക്കെ ഒരുപാട് ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞ് വീണിട്ട് ബൈക്ക് 2 ഇതായിപ്പോയി. അപ്പോൾ അവിടെ ഞാൻ ആ ബൈക്കിനടുത്തേക്ക് എത്തുന്നതിന് കുറച്ച് അത് ഒരു ഇതാണ്, കുറച്ച് ലേറ്റായി. അവിടേക്ക് തന്നെ ഒരു മരം ഒടിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണ് ഇതായി. ഞാൻ പിന്നെ അതെല്ലാം റിപ്പയർ ചെയ്ത് ആൾക്കാർ പറഞ്ഞ് ഇനി ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം, അതല്ല, അതിന് എത്രയായിരുന്നാലും നമ്മൾ റിപ്പയർ ചെയ്ത് സൂക്ഷിക്കാമെന്നുള്ളതാണ് ആ ബൈക്കിന് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ കാറും ബാക്കിയെല്ലാം വന്നെങ്കിലും ആ ബൈക്കിന് ഇപ്പോഴും ഒരു എന്താ പറയുക, ആദ്യമായിട്ട് വാങ്ങിയതിലുപരി ഭഗവാന്റെ അത് തന്നെ. ആ ബൈക്ക് വാങ്ങി അതിന് ശേഷം അവിടെ ഉണ്ടായ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആ കമ്പനിയിൽ തന്നെ തിരിച്ച് ജോലിക്ക് കയറി എന്നുള്ളതാണ് ഈ ബൈക്കുമായിട്ട് ജോലി മതിയാക്കിയ സ്ഥലത്ത്. അപ്പോൾ അവിടെയൊക്കെ എത്രത്തോളം ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കാര്യം. എനിക്ക് അവിടെ ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടുത്തെ ജോലി അതായിരുന്നു, നല്ലൊരു സ്ഥാപനമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വേറെ ഇതിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ശരിക്ക് പത്മരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പത്മരാജൻ സോളാറിൻ്റെ ശരിക്ക് കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ചെയ്യാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം മറ്റ് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർക്ക് ആശ്രമത്തിൽക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 90% ആൾക്കാരും പത്മരാജൻ വയ്ക്കുന്ന സോളാറിൽ തന്നെയാണ് പ്രവർത്തിച്ച് പോണേ. കാരണം എന്ന് വെച്ചാൽ ഓരോ ആളിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച്, കാരണം ഭഗവാന്റെ കൂടി നിന്നതുകൊണ്ടാവാം, അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച്, അവരുടെ നിവൃത്തിക്കനുസരിച്ച് ലാഭം നോക്കാതെ ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പലർക്കും അറിഞ്ഞുകൂടാ പത്മരാജൻ ശരിക്ക് സോളാറിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. അതിപ്പോൾ ചാനലിലൂടെ കാണുന്നവരെങ്കിലും എല്ലാവരും അറിയട്ടെ. കാരണം ഭഗവാന്റെ
ഭക്തനാണ്. അതിലുപരി അത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും, കാരണം പിന്നെ ഏത് സമയത്ത് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും വിളിച്ചാൽ ഓടി വന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. കുറേ പേര് ഈ ഇപ്പോൾ കീഴ് ജീവനക്കാരായി കൂടെ ജീവിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ശരിക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഞാൻ പറയണേ, ഭഗവാന്റെ കാരുണ്യം കിട്ടിയ ഒരാളും അത് ഏത് മേഖലയിലായാലും അത് ഭഗവാന്റെ പരിരക്ഷ അവരെ കൂടെ ഉണ്ടാവും, അതിന് സംശയം വേണ്ട. നമ്മളിപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഭഗവാൻ ഓരോ വഴിയിൽ നമ്മളെ തിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണേ, നമ്മൾ തിരിയണല്ല. അത് ശരിയാണ്. അത് ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഞാൻ ഇലക്ട്രോണിക് ചോക്ക് ഉണ്ടാക്കി. അന്ന് ഇലക്ട്രോണിക് ചോക്കിൻ്റെയൊക്കെ കാലമാണ്. അതെ, വോൾട്ടേജൊക്കെ പല സ്ഥലത്തും പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു ചോക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പോയി. അപ്പോൾ ഇങ്ങനെ എടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് എവിടുന്നാണ് സാധനങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത്ര രൂപയാവും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് കൂടിയ പൈസയ്ക്കാണ് പിള്ള വാങ്ങിക്കുന്നത്, അത്രയൊന്നും ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതുവരെ ഇങ്ങനെ നമ്മൾ ആ പ്രായത്തിന് ഉള്ള ഇതിൽ എനിക്ക് സ്വാമി അതുവരെ അറിയുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്കങ്ങനെ പറഞ്ഞു. കുറേ നാൾ കഴിച്ചുകൊണ്ട് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എനിക്കത് തന്നുകൊണ്ടിരുന്ന ആൾ കൂടുതൽ വില എടുത്താണ് തന്നുകൊണ്ടിരുന്നത്. അത് അത്രയും ശ്രദ്ധിച്ച ഒരു എന്താണ് ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ള ഇതിൽ തന്നെ ആ രീതിക്ക് തന്നെയാണ്. അതൊക്കെ എനിക്ക് പല ഇതിലും ഇതാണ്. ഞാൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ഒരു സോളാറിൽ ഏകദേശം 25 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലാണ് ഞാൻ. അപ്പോൾ അവസാനം വർക്ക് ചെയ്തത് ഇൻകൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റ് പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ യാത്രകളും കാര്യങ്ങളും ഒക്കെ ആണ് ഞാൻ പോകുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മളെ എല്ലാ രീതിയിലും നമ്മൾ ഒരു രീതി നേർവഴിക്ക് ആ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മളെ ആശ്രമത്തിലുള്ള ആ ഒരു ആശ്രമത്തിൻ്റെ ആ ഒരു ചിന്തയാണ് നമ്മളെ സ്വാമി എന്നുള്ള ചിന്തയും പേടി. സത്യം പറഞ്ഞാൽ അതാണ് കറക്റ്റ് വാക്കെന്ന് പറയുന്നത്. അതാണ് ഇന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ സ്വാമിയുടെ അടുത്തോട്ടൊന്നും പോകില്ല, നമ്മൾ ദൂരെ പോയി നിന്നിട്ട് ആണ് ചെയ്യണം. അതായത് ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്രയും ഒരു വാത്സല്യം, പിന്നെ അത്ര ഒരു ഇതാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത് ഇപ്പോഴാണ് അത് കുറച്ച് നമ്മളാ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് അന്ന് എന്തായിരുന്നു എന്നൊക്കെ അത് മനസ്സിലാവുന്നത്. ആ കാലഘട്ടങ്ങളിൽ നമുക്ക് അറിയില്ല എന്താണ് എന്നുള്ള കാര്യം ഇതുണ്ടല്ലോ. അതുപോലെ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഗുജറാത്തിൽ സോമനാഥ് ക്ഷേത്രത്തിൽ ദോരകയിലും പോയിരുന്നു. സോമനാഥിൽ പോയി നിൽക്കുമ്പോഴും ഞാൻ കാണുന്ന സ്വാമിയാണ് അവിടെ കാണുമ്പോഴത്തേക്ക്. എവിടെ എന്നാലും നമുക്ക് അവിടെ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പണ്ടേ അങ്ങനെയാണ്, ഏത് പോയാലും എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ആശ്രമവും സ്വാമിയാണ്. അതെ, അതൊക്കെ ഒരു തീർച്ചയായും ഇത് തന്നെയാണ്. അല്ല, ഭഗവാനേ ഉള്ളൂ. കാരണം ഭഗവാന്റെ ഭക്തന്മാരിലെല്ലാം ഭഗവാന്റെ കൈയുണ്ട്. കാരണം ഭഗവാൻ അറിയാതെ ഭക്തന് ചലിക്കാൻ പോലും പറ്റില്ല. അതാണ് വേറെ സത്യമാണ്. കാരണം ഭഗവാന്റെ കയ്യിൽ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പാടാണ്, ഈസിയല്ല. ഭഗവാന്റെ ആ ശ്രദ്ധയിൽ പെടുകയും ഭഗവാന്റെ ആ കൈത്തലത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. നിങ്ങൾക്ക് അത് കിട്ടിയ കുറേ ആളുകളിൽ പെടുന്ന ഒരാളാണ്. കാരണം ഒന്ന് താമസം ദൂരെ ആയിരുന്നെങ്കിൽ പോലും ഭഗവാന്റെ വെളിപാട് അകലെ വീട് വെച്ച് താമസിക്കാൻ പറ്റി. അപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്തത്, മനസ്സിലായില്ലേ? തീർച്ചയായും. പിന്നെ ഭഗവാൻ ഒരു പ്രത്യേകതയുള്ളത്, ദുർഘട ഘട്ടങ്ങൾ മാറുമ്പോൾ ഇവരെ വേണമെങ്കിൽ മാറ്റി നിർത്തും ഭഗവാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുകൊണ്ട് പോകാൻ തോന്നില്ല, എന്തെങ്കിലും സാഹചര്യം വെച്ച് നമ്മളെ മാറ്റി നിർത്തിക്കളയും. ഇതൊക്കെ ഭഗവാൻ ചെയ്ത് കളയും. അപ്പം വേറെ കുറേ പേരായിരിക്കും അപ്പോൾ വളരെ മോശ അവസ്ഥയിലുള്ള സമയദോഷം കൊണ്ടോ മറ്റെന്തെങ്കിലും വളരെ മോശ സ്റ്റേജിലുള്ളവരോ ആയിരിക്കും അപ്പോഴും ഒന്ന് കൂടി നിൽക്കുന്നത്. അപ്പോൾ അവരെ കൂടുതലായിട്ട് അവരെ കർമ്മഫലത്തെ കുറയ്ക്കും. ഭഗവാൻ ഇങ്ങനെ ഓരോ ദൗത്യം എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് മനസ്സിലാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ലീലയാണ്. അത് അവസാനം വരെയും ഭഗവാൻ അതാണ് ഇങ്ങനെ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പറയാനോ ഒന്നും പറ്റുന്നതല്ല. ഒത്തിരി പിന്നെ നമുക്ക് ആ പല പല അനുഭവങ്ങളിലൂടെയും ഇപ്പോഴും നമ്മൾ ഓരോ ഇതിൽ പോകുന്ന. എനിക്ക് ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അതെ, 2 തവണ കുഞ്ഞിൻ്റെ 2 തവണ ഒരു 1-2 പ്രശ്നങ്ങൾ കാരണം ഇതായി. അപ്പോൾ ഒരു ദിവസം മൂന്നാമത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ തിരുനാളാഘോഷം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക.
അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അന്ന് 3-ാം മാസം ആയതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് കയറി വന്നപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പോയി. ഞാൻ ജേസാൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷേ അവൾ മോളായിരുന്നു, അത് മോള് ജനിച്ചു വിശാഖ നക്ഷത്രത്തിലാണ് അവൾ ജനിച്ചത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര കാരണം അവളെ ജന്മദിനത്തിൻ്റെ അന്ന് ആശ്രമത്തിൽ ഗുരുപൂജ, നാമജപം എല്ലാ ഇതും ഉള്ളൊരു ദിവസമാണ് അവൾ ജനിച്ചിരിക്കുന്നത്, സമാധി നക്ഷത്രം. അപ്പോൾ അത് അവിടെ മുതൽ ഭഗവാൻ അത് എത്രത്തോളം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എനിക്ക് എല്ലാവർക്കും വളരെ ഇതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്നും ഓരോ കാര്യങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമുക്ക് വിശ്വാസം വേണം, അടിയുറച്ച വിശ്വാസം വേണം ഭഗവാനിൽ. അത് എല്ലാവർക്കും അതാണ്, അത് നമ്മൾ മുറുകെ പിടിക്കണം. അതിലൊരു വീഴ്ചയും അല്ലാതെ ചെയ്യാന്നുള്ളൊരു ഇതാണ്. പിടിച്ചാൽ പിന്നെ ഭഗവാനും വിടൂല. നമ്മളെ മുറുകെ പിടിച്ചാൽ ഭഗവാനും നമ്മളെ വിടൂല. ഗുരുഭക്തി എന്ന് പറയുന്നത്, കാരണം ഗുരു എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ, ഒരു അചഞ്ചലമായ വിശ്വാസം വേണം എന്നാണല്ലോ പറയുന്നത്. സത്യം. വളരെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഭാഗ്യമുള്ള ആളുകളാണ്. കാരണം ഭഗവാന്റെ നടയിൽ താമസിക്കാനും നിത്യവും ഭഗവാന്റെ ആശ്രമത്തിൽ അല്ലെങ്കിൽ സമാധിയിൽ നിത്യേന പോയി തൊഴാനും, അതുപോലെ സമാധിയുമായി ബന്ധപ്പെട്ട ആശ്രമമാണല്ലോ ശരിക്ക് ചിന്താലയാശ്രമം. അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാനും, അവിടുത്തെ ഇപ്പം ഭക്തസേവാ സമിതി അംഗമാണ്. ഭക്തസേവാ സമിതി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടുത്തെ പ്രവർത്തക സമിതി. ഇപ്പം 3 ആശ്രമങ്ങളിലും ട്രസ്റ്റും ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും അവിടുത്തെ പ്രവർത്തന എന്ന് പറയുന്നത് ഭക്തസേവാ സമിതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സമിതി, കാരണം ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഭഗവാന്റെ ഒരു സമിതിയിലും നമ്മളൊന്നും ആവില്ല. മനസ്സിലായില്ല, ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പുണ്യാത്മാവിൻ്റെ ആ പരമ ആശ്രമത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പിൽ പങ്കാളിയായിട്ട് ആ സ്ഥാനവും കൂടെ ഭഗവാൻ തന്ന് നിർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അത് നിത്യവും ഭംഗിയായി അത് നിറവേറ്റി കൊണ്ടുപോകാനുള്ള, നമ്മളിപ്പോൾ പലരും ഭക്തസേവാ സമിതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പിന്നെ സമിതിയിൽ വന്നതിന് ശേഷം പിന്നെ അവരെ കാണാറില്ല. പക്ഷേ പ്രവർത്തിക്കാൻ അവരെ സമ്മതിക്കുന്നില്ലെന്നാണ്. അത് അതിൽ വന്നാലും അത് ഭഗവാൻ പ്രവർത്തിപ്പിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ല, അതിൽ പ്രവർത്തിക്കാനുള്ള അനുവാദവും കൂടി ഭഗവാൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മുടങ്ങാതെ അവിടെ തന്നെ. ഇപ്പോൾ കൺവീനർ ജയണ്ണ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തോ ഒരു കാര്യത്തിനും പെട്ടെന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ആളുകളിൽ ഒരാളാണ് പത്മരാജൻ. അത് നമ്മളൊരു കടമയാണത്. കടമയാണെങ്കിൽ പോലും ഓടി എത്താൻ പറ്റണമല്ലോ. തീർച്ചയായും അത് നമ്മൾ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇപ്പം പിന്നെ യാത്രകൾ മുഴുവൻ യാത്രകളായിരുന്നു, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ യാത്രയായിരുന്നു. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തും. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ അതിനിടയ്ക്ക് ചെയ്യും. കാര്യം കോർഡിനേറ്റർ നമ്മളെ കൺവീനർ ജയകുമാർ സാർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ കൺവീനറെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അംഗത്തിൻ്റെയും ഒരു കടമയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് കൃത്യമായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അതെ, ആശ്രമത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, പിന്നെ സ്വന്തം കാര്യം സെക്കൻഡാണ്. സ്വന്തം കാര്യം സെക്കൻഡാണ്. അതാണ് സ്വന്തം കാര്യം സെക്കൻഡാണ്. കാരണം ആശ്രമം എന്ന് പറയുമ്പോൾ ഭഗവാൻ സ്വന്തം കാര്യം നോക്കാത്ത ആളാണ്. അതെ, ഭഗവാൻ സ്വന്തം കാര്യം നോക്കിയില്ല, നമ്മളെ കാര്യം മാത്രം നോക്കിയ ആളാണ് ഭഗവാൻ. ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ വരുന്ന സഹകരിക്കുന്നവരെ ഭക്തർക്ക് വേണ്ടി, അവിടെ വരുന്നവരെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടിന് വേണ്ടി ലോകത്തിന് വേണ്ടി ജീവിച്ച് പോയ ആളാണ്, അല്ലാതെ കുടുംബത്തിന് വേണ്ടിയോ മറ്റാൾക്കും വേണ്ടിയോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പേരിലുള്ള ആശ്രമത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് 2ാം സ്ഥാനം നമുക്ക് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പം മുഖ്യസ്ഥാനം ആശ്രമത്തിന് തന്നെയാണ്. പക്ഷെ അത് പാലിച്ചു പോവുക എല്ലാവർക്കും സാധ്യമല്ല. അത് സാധിക്കുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ് താങ്കളെന്ന് തന്നെ പറയാം. അത് മഹാഭാഗ്യമായിട്ട് തന്നെ അത് കാണണം. കള്ളിക്കാട് ആശ്രമമായിട്ടുള്ള 1-2 കാര്യങ്ങളുമുണ്ട്. നമ്മൾ അമ്മ അവിടെ നിന്ന് കള്ളിക്കാട് ആശ്രമത്തിലേക്ക് ഒരു ദിവസം വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അമ്മ ബസ് മാറി കാട്ടാക്കട സ്റ്റാൻഡിലാണ് പോയി ഇറങ്ങിയത്.
സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നിട്ട് സ്റ്റാൻഡിനകത്ത് നിന്നു കള്ളിക്കാട് ബസ് കിട്ടാൻ. പക്ഷേ അന്ന് എന്തോ പുറത്തുകൂടെയാണ് ഈ ബസ്സുകൾ പൊയ്ക്കൊണ്ടിരുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ടും ബസ് കിട്ടാനില്ല. അപ്പോഴേക്ക് നമ്മുടെ ഇപ്പം നമ്മുടെ ആശ്രമത്തിലുള്ള ശിവയുടെ അച്ഛൻ കുമരേശൻ ആണല്ലോ, കുമരേശൻ അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം. ആ സമയത്ത് കാട്ടാക്കട KSRTCയിലുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം അമ്മയെ കണ്ടിട്ട് അടുത്ത് വന്ന് എന്ത് ഇവിടെ നിൽക്കുന്ന ഇവിടെ, അപ്പം കാര്യം പറഞ്ഞു ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ബസ് കയറ്റിയിട്ട് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞ് അവിടെ ഇറക്കണമെന്ന് പറഞ്ഞു. അവിടെ നേരപ്പോഴത്തേക്ക് 3 മണിയായിട്ടും ആയി. അപ്പം തന്നെ ആ സമയം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ ചോറ് കോരി മാറ്റി വെച്ചേക്കാം, ഒരാൾ വരും അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അതാണ് നമ്മളെ ആ ഒരു അതവണ് തിരിച്ചപ്പോൾ തന്നെ ഭഗവാൻ കണ്ടേക്കാണ്. ഭഗവാൻ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യും. കുമരേശൻ ചെട്ടിയാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഭഗവാൻ തന്നെയാണ്. ഉറപ്പായിട്ടും അവിടെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായില്ല ഭഗവാന്റെ. അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് പിന്നെ പേടിയായി, ഇത്രയില്ലേ താമസിച്ച് ആകുമ്പോഴത്തേക്ക് പേടിയായി. പക്ഷെ അപ്പോഴേക്കും അവിടെ എല്ലാം എത്തിച്ചുള്ളതാണ്. അത് ഭഗവാൻ അങ്ങനെയാണ്. എവിടെ ലോകത്ത് എവിടെയായാലും അപ്പോഴും ഓപ്പറേറ്റ് ചെയ്യും. അപ്പോഴവിടെ നമുക്ക് വേണ്ടത് എന്താണോ അത് അവിടെ എത്തിക്കും ഭഗവാൻ. അതൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേക കാരുണ്യമുള്ളിടത്തെല്ലാം ഉണ്ടാവും. ഇത്രയും സമയം കാരണം നല്ല തിരക്കുണ്ട്, ഒരുപാട് വർക്കുണ്ട്. ഇതിൻ്റെ ഇടയിലും ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി ഭഗവാനെക്കുറിച്ച് നമ്മളെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം. ഇപ്പോൾ നമ്മളത് പറയുമ്പോൾ ഭഗവാൻ കേൾക്കുകയാണ്, മറ്റാരും കേൾക്കുന്നതിനേക്കാൾ ഭഗവാൻ അത് കേൾക്കുകയാണ്, നമ്മൾ സ്മരിക്കുകയാണ് ഒന്നുകൂടി ആ പോയ ഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ കൊച്ചിലെ 5 വയസ്സിലേക്ക്, ആ കൊച്ചു നാളിലേക്ക്, ആ ഭഗവാന്റെ ഓരോ അന്നത്തെ ലീലകളിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. കാരണം കൊച്ചിലോട്ട് ഭഗവാന്റെ അടുത്ത് നിന്നതുകൊണ്ട് ഭഗവാന്റെ വാത്സല്യവും ഭഗവാൻ എന്തൊക്കെ കൊച്ചു കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും ആ കെയറും ഇതൊക്കെ നമുക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല. ചിലപ്പോൾ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പോലും നമുക്ക് ലഭിക്കില്ല. അത്ര കാരുണ്യവാനും സ്നേഹസ്വരൂപനും അതുപോലെ അന്നദാന പ്രഭുവും വെച്ചാൽ എല്ലാവരും കഴിക്കുന്നത് കാണുന്നതാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാൻ കഴിക്കൂല. ആരെന്ത് കൊണ്ടുവന്നാലും എല്ലാവരും കഴിപ്പിച്ച് അത് കണ്ടാൽ മതി, അത് കണ്ട് സന്തോഷിക്കുന്ന ആളാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഇത്രയും സമയം വന്ന് ഭക്തർക്ക് വേണ്ടി ചാനലിൽ വന്ന് പറഞ്ഞതിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.